الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم بنفس أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വിശുദ്ധ സഹോദരന്മാരെ സഹോദരികൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അങ്ങനെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുക റബ്ബിന്റെ വിധികൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ചൊല്ലുന്നതിനോട്ടിಗೆ തുടർന്ന് നിങ്ങളോട്ടി വസിയത്താക്കൾ ഉപദേശാക്കൾ അവന്റെ വിധി നിയമങ്ങൾ അങ്ങനെ ജീവിതത്തിൽ പാലിക്കുക നല്ല മുത്തക്കിങ്ങൾ അല്ലാഹു അങ്ങനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ കൽപ്പനകളിൽ നിന്ന് മഹത്തായ ഏറ്റവും ഉന്നതമായ ഒരു കൽപ്പനയെത്തിക്കുന്ന നിസ്കാരം അത് ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും തീർന്നു പോകാത്തതായി നിസ്കാരം ചൊല്ലുന്നത് ഭാഷ അർത്ഥ അതൊരു പ്രാർത്ഥന ചൊല്ലുന്നത്. കാരണം ആ നിസ്കാരത്തിൽ ഉൾക്കൊണ്ടതെല്ലാം പ്രാർത്ഥന എത്തിക്കല് അള്ളാഹുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. മതത്തിന് സാങ്കേതിക അർത്ഥത്തിൽ ചെന്നെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങിയിട്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതായ ചില പലക്ക വാക്ക് ചില കർമ്മവുമായി ബന്ധപ്പെട്ടത് ഒരു ഇബാദത്തായി ഈ നിസ്കാരം ചൊല്ലുന്നത്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ഷഹാദത്തിൽ പിന്നെ അല്ലാഹുക്ക് കൊടുക്കുന്ന ആ ഷഹാദത്തിൽ പിന്നെ രണ്ട് ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇസ്ലാംകാരിൽപ്പെട്ട ഒന്നാമത്തെ ഷഹാദത്ത് പൂർത്തിയായാൽ പിന്നെ നിർബന്ധമായ ഒരു കടമയത്തിക്കല് കർമ്മയത്തിക്കല് നിസ്കാരം ചൊല്ലുന്നത്. ഇസ്ലാം ചൊല്ലുന്നതായ ആ സൗദ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കെട്ടിപ്പണിതത് 5 സ്തംഭത്തിക്കല് 5 പില്ലർ. ആ 5 പില്ലറിൽ നിന്ന് രണ്ടാമത്തെ പില്ലറെത്തിക്കല് നിസ്കാരം. ഈ 5 പില്ലർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുസ്ലിം ആവേ. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അവന്റെ മുസ്ലിമായിട്ട് കണക്കാക്കില്ല. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ചൊല്ല ഹദീസിൽ 5 കാര്യങ്ങൾ കൊണ്ടിട്ട് ഇസ്ലാമിനെ ആക്കി വെച്ചു. മിഹ്റാജിനെ ജാവുക 7ാമത്തെ ആകാശം കഴിഞ്ഞിട്ട് അത് അപ്പുറത്തുള്ളതായ ഒരു ജാഗ നമ്മുടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒരു ഗിഫ്റ്റ് ഇട്ട് കൊടുത്തത് രണ്ടത്തെ നാൾ. കാരണം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും യുദ്ധത്തിലും അല്ലാത്ത പല പ്രയാസങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറിലിരിക്കുന്ന ടൈമിലേക്ക് അല്ലാഹു ഒരു സന്തോഷവും റിഫ്രഷ് ആക്കവേണ്ടിയിട്ട് മേൽ ആകാശത്തേക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻവൈറ്റ് ആക്കിയത്.
അവിടെ പിറവ് പറയുമ്പോൾ അള്ളാഹു ആ മുത്തുനബിയുടെ ഉമ്മത്തിക്ക് വേണ്ടിയിട്ട് സമ്മാനമായിട്ട് പ്രൈസായിട്ട് കൊടുത്തതിലേക്ക് ഈ നിസ്കാരം ചൊല്ലുന്നത് ഗിഫ്റ്റ്. മുസ്ലിമായ ഓരോരോ മനുഷ്യരും ഏത് സമയത്തും വിട്ടുപോകാവാത്തതായ ഒന്നായിട്ട് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ சொல்றான் ഫഅഖീമുസ് സ്വലാത്ത വഅത്തുസ് സകാത്ത വർകഉ മഅറാക്കീൻ. ഫഅഖീമുസ് സ്വലാ, നിങ്ങ നിസ്കാരത്തെ നിലനിർത്തുന്ന എന്ത് എപ്പോഴൊന്നും നമുക്ക് പേരുമായ പോലെ ഞങ്ങളുടെ ടൈമുക്ക് ഞങ്ങളുടെ സൗകര്യത്തിൽ നിസ്കരിക്കാനല്ല, നിലനിർത്തുന്നത് കണ്ടിന്യൂസ് ആയി. അതതിന്റെ ടൈമുണ്ട്. ആ നിസ്കാരത്തെ ടൈമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദുനിയാവിലെ വിഷയമാ അതിക്ക് എന്തും ഒരു സംബന്ധമില്ല. പള്ളിയിൽ ബാങ്ക് കൊടുത്താ നിങ്ങൾ പോറ് പള്ളിയിലേക്ക്, നിങ്ങൾക്ക് കച്ചവടമുണ്ട്, നിങ്ങൾക്ക് നിന്റെ അങ്ങാടിയിൽ ആളുണ്ട്, ഞാൻ സ്വരത്തെ ബിസി ആയില്ല, ഇപ്പൊ പോകാവില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം അള്ളാഹുരെ നിബന്ധന എത്തിக்கிறങ്ങനെ എന്തൊന്നെങ്കും വിട്ടിട്ട് പോകണം. അതുകൊണ്ട് എത്തിക്കല്ല പള്ളിയിൽ അള്ളാഹു വിളിപ്പാട്ടിലെ ഒരു മനുഷ്യനെ ഒരു മോദ്യനോട് വിളിപ്പാട്ടുണ്ട്, ഹയ്യാല സ്വലാത്ത് നിസ്കാരത്തിക്ക് ബറോ, ഹയ്യാൽ ഫല വിജയത്തിക്ക് ബറു. കാരണം ആ നിസ്കാരത്തിൽ വിളിച്ചെങ്കിൽ പിന്നെ നിന്റെ ദുനിയാവിലെ കാര്യമൊന്നും അതിക്ക് എക്സ്ക്യൂസ് ഇല്ല. ഏത് ടൈമിലും ഏതൊക്കെ എത്ര ബിസി ആയിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിൽ വിളിച്ചെങ്കിൽ നീ പറഞ്ഞു. അത് മനുഷ്യ ഒരു മുസ്ലിമായ ഒരു മനുഷ്യരെ നിർബന്ധമായ ഒരു ഘടകത്തിൽ വേറെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, കുൽ ഇബാദിയല്ലദീന ആമനു യഖീമുസ് സ്വലാത്ത. ഓ നബിയേ, നിങ്ങളുടെ ഉമ്മത്തുകളുടെ ചൊല്ലറോ, യാ ഇബാദി അല്ലദീന ആമനു, വിശ്വസിച്ചങ്ങളൊട്ടിಗೆ യുഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തൂ. വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിസ്കാരത്തിൽ ഒരു വാല്യൂ ഉള്ളൂ. ആമനു വിശ്വാസം, അവന്റെ ഷഹാദത്ത് പൂർത്തിയായെങ്കിൽ മാത്രമേ നിസ്കാരം അള്ളാഹുവിന്റെ കബൂലാക്കിയെങ്കിൽ അവന്റെ ഷഹാദത്ത് പൂർത്തിയാക്കണം. അള്ളാഹു കൊടുത്തതായ ഷഹാദത്ത് നിന്റെ ജീവിതത്തിൽ ആക്കുന്ന പ്രവർത്തനം എന്തും ഞാൻ നിന്റെ റബ്ബുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് റബ്ബല്ലാത്ത ദുനിയാവിൽ ഒന്നും ഞാൻ തേടിക്കൊണ്ടില്ല, ഒരാളെയും ഞാൻ സഹായത്തിലെടുക്കില്ല, ഒരാളെയും കൂട്ടത്തിലെടുക്കില്ല എന്ന് ചൊല്ലിട്ട് അങ്ങ് ഉറച്ച ആ ഷഹാദത്തിൽ പിന്നെ അവന് കൈത്തിക്ക് നിസ്കാരം നിലനിർത്തുന്നത് അള്ളാഹുവിടെ പഠിപ്പാണ്. കാരണം അവന്റെ നിസ്കാരം മാത്രമേ പരലോകത്ത് വാല്യൂ ആയിട്ടുള്ള അള്ളാഹു സ്വീകരിക്കരുത്. കാരണം അള്ളാഹുവിന് സ്വീകരിക്കണമെങ്കിൽ അതിനൊരു മാനദണ്ഡം അവന്റെ ഷഹാദത്ത് പൂർത്തിയാണ്. ഒന്നാമത്തെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ ഷഹാദത്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ എന്ത് പ്രവർത്തിക്കണമെങ്കിലും ഞാൻ നിസ്കരിക്കണം, ആ നിസ്കാരത്തുള്ള പ്രവർത്തനം എന്തെല്ലാം ആക്കുന്നുണ്ട് നബി നമുക്ക് ചൊന്തന്നിട്ട് അത് നാം പൂർണ്ണമായിട്ടും പാലിക്കുക. നന്റെ ഭാഗത്തിലേക്ക് നന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ ഒന്നും കൂട്ടില്ല. അത് എല്ലാ പ്രവർത്തനത്തിലും അപ്രകാരം ഞാൻ ആഗ്രഹം ചൊന്തു ഉറച്ച ഷഹാദത്തായി പിന്നെ അവന്റെ നിസ്കാരം അള്ളാഹു കബൂലാക്കരുത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾക്ക് നിസ്കാരം നിർബന്ധിക്കരുത്. പ്രായപൂർത്തി ബുദ്ധി രണ്ട് നിബന്ധന എത്തിക്കരുത്. അള്ളാഹു ആ ഒരു മുസ്ലിമായ മനുഷ്യന് കൊടുത്തത് പ്രായപൂർത്തിയാവണം. അവനക്കും പ്രായപൂർത്തി എങ്ങനെ ആവണം തനിക്ക് എല്ലാവരും ಗೊತ್ತಿಲ್ಲ വിഷയം. പ്രായപൂർത്തി ആവനോടത്തോളം അവനിക്ക് നിസ്കാരം നിർബന്ധമില്ല. പക്ഷെ മക്കൾക്ക് നിസ്കരിക്ക പഠിപ്പാട്ടണം അതീതിരിക്കുന്നു. ആ മക്ക ആക്കിയ കർമ്മത്തിന് പ്രതിഫലം കിട്ടി അങ്ങനെ അബ്ബവും വക എത്തിക്കരുത്. അത്രത്തോളം അങ്ങനെ രേഖാ കിതാബ് അള്ളാഹു അവിടെ പൊടിപ്പാട്ടില്ല. അങ്ങനെ പ്രായപൂർത്തി അൻകാക്കര കർമ്മത്തെ ഫല അള്ളാഹുടെ എന്തിനും അത്രത്തോളം ഫ്രീ ആയിത്തേക്കരുത്. രണ്ടാമത് ബുദ്ധി ഉള്ളവൻ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധി വേണോ. അക്കലില്ലാത്തവർക്ക് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടില്ല. അതേപോലെ മൂന്ന് വിഭാഗത്തിൽ നിന്ന് അള്ളാഹു എക്സ്ക്യൂസ് കൊടുത്തത് നിസ്കരിക്കുന്നവനും. ഒന്നാമത്തെ വറങ്ങിയവനും, നാലും ഡെയിലി സുബൈത്തോളോ 10 ഗಂಟത്തോളോ അല്ലെങ്കിൽ 8 ഗಂಟത്തോളോ കിടന്ന് ഉറങ്ങണവനല്ല. എപ്പോഴും നിസ്കരിക്കുന്നവൻ ഉറന്നാൽ അക്കസ്മാത്ത് അവന് ടൈമുക്ക് എനിക്കൊകായില്ല, എനിക്കൊരിടത്തോളോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത്. അത്രത്തോളം അള്ളാഹു ശിക്ഷിക്കല. എനിച്ചപ്പമേ നിസ്കരിക്കാം. അതല്ലാതെ ചില ആളുമാർ നിസ്കാര കലാക്രം ചൊല്ലുത്തു നിസ്കരിക്കാറ്. കലാം ചൊല്ലുള്ള ഒരു നിസ്കാരം ഇല്ല. പണ്ടല്ല അങ്ങനെ സുബൈക്ക് എനിക്കാന്ത് 10 ಗಂಟೆ എഞ്ചിട്ട് വന്ന് സുബൈ നിസ്കരിക്കുക അങ്ങനെ ഒരു നിസ്കാരം ഇല്ല. നിസ്കാരത്തിൽ കലാം ചൊല്ലുന്നില്ല. കലാവ് ചൊല്ലുന്നത് ഇങ്ങനെയുള്ള ഒരു കാരണത്തിൽ ലേറ്റായി പോയി തിന്നെങ്കിൽ നമുക്ക് നിസ്കരിക്കാം. അല്ലാതെ സുബൈ നിസ്കാരം സുബൈയുടെ ടൈം കഴിഞ്ഞ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിലെ നിർബന്ധമായ ടൈമിൽ നിസ്കരിച്ചെങ്കിൽ മാത്രമേ നിസ്കാരാവൂ. അതല്ലെങ്കിൽ അവൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല. രണ്ടാമത്തെ വിഭാഗം ചൊന്നത് മറന്നോണെത്തിക്കരുത്.
മറവിടെ ചില അസുഖ രോഗം എന്താക്കിക്കരുത് ചമ്മത്താൽ ചില ആൾമാർ കറക്റ്റ് നിസ്കരിക്കുക അക്കസ്മാത്ത് എന്തോ ഒരു വിഷയത്തിൽ അവനൊന്ന് മറന്നു പോയാൽ അവന്റെ ആവശ്യം ദുനിയാവിന്റെ ആവശ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വെക്കുമ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഓർമ്മ ബന്ധെടുത്തോലോ അള്ളാഹു എക്സ്ക്യൂസ് ആയി കൊടുത്തരാം അത്രത്തോളം ഫ്രീ ആ ഓർമ്മ ബന്ധ സ്ഥലത്തേക്ക് അവനക്ക് നിസ്കരിക്കണം. മൂന്നാമത്തെ ആലോചിച്ചെങ്കിൽ മെന്റലായിട്ട് ഉഷാറില്ലാത്തങ്ങ ഉഷാറിന്ന ആളെ തിക്കറവണു എപ്പോഴും സഡനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം അവന്റെ മൈൻഡിൽ വന്നിട്ട് അവന് ചിന്തിക്കുള്ള ആ ഒരു ഇത് ബന്ധത്തില്ല ശക്തി ഇല്ല അവന്റെ എപ്പോ അവന്റെ ബോധ കറക്റ്റ് ആയിട്ട് പണ്ട് അത്രത്തോളം അവനക്ക് അള്ളാഹു ഫ്രീ ആയി കൊടുക്കുക. ഇതല്ലാത്ത ഒരാളും അവന്റെ ദുനിയാവിലെ എന്ത് കാര്യവും അവനക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. അവന് എന്ത് മംഗല പേനാവട്ടും എന്ത് പ്രോഗ്രാം പേനാവട്ടും അവന്റെ അവത്ത് എന്ത് മഹേന്ദ്ര പ്രോഗ്രാം ആവട്ടും അല്ലെങ്കിൽ എന്തൊരു പ്രോഗ്രാം ആയിട്ടുണ്ടെങ്കിലും നക്ക് ബിസി നാ പിന്നെ നിസ്കരിക്കുക ഒരു എക്സ്ക്യൂസും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. ആ വിഷയത്തിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വിശദമായി ചൊന്നതാണ്. കാരണം അത് നിങ്ങളുടെ ദുനിയാവ് ആവശ്യപ്പെട്ടില്ല. നിസ്കരിക്കുന്ന ടൈമിൽ നിസ്കരിച്ചിട്ടേ പ്രായപൂർത്തിയായിട്ട് മാത്രമേ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവുന്നതായെങ്കിൽ 7 വർഷത്തിൽ നിസ്കരിക്ക പഠിപ്പാട്ടണമെന്ന് മക്കളൊട്ടിಗೆ ನಂಗೆ പഠിപ്പാട്ടಕ್ಕೆ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഞങ്ങൾ ചൊല്ലും 7 ವರ್ಷ ನಂಗೆ ಮಕ್ಕಳ ನಂಗೆ ಒಟ್ಟಿಗೆ ಪಲ್ಲಿಗೆ ಬಿಚ್ಚಂಬೋಣ ನಂಗೆ ನಿಸ್ಕರಿക്കും അങ്ങനെ ഒട്ടിಗೆ നിസ്കരിപ്പാട്ടണം അനക്കൊരു സ്റ്റഡി എത്തിക്കരുത്. 10 ವರ್ಷ ആയെങ്കിൽ മക്കൾക്ക് നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ നമ്പറാവത്തിൽ അടിക്കണം. 10 ವರ್ಷ അവർക്ക് അപ്പം നിർബന്ധമായിട്ടില്ല. അപ്പം നിർബന്ധമായിട്ടില്ല. പ്രായപൂർത്തി 10 വർഷത്തിൽ പിന്നായിത്തിക്ക് സാധാരണ ഞങ്ങൾ ഇന്നത്തെ കൂടത്തെ ജനറേഷനിൽ നടക്കരുത്. അപ്പൊ 10 വർഷം എത്തുന്നെങ്കിൽ അവർക്ക് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ചൊല്ല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത്ത്. അതല്ല ആ ഒരു കാരണത്തിന് മാത്രമേ ഇസ്ലാം മക്കൾക്ക് അടിക്കുക ചൊല്ലു. അതല്ലാത്ത ഒരു കാരണം റീസൺ മക്കൾക്ക് അടിക്കുക തീരാൻ ചൊല്ലു. ഇസ്ലാം മക്കൾക്ക് ഞങ്ങളെ തർബിയത്ത് ഞങ്ങളെ കണ്ടെത്തി മക്ക പഠിപ്പാട്ടം ചൊല്ലിത്തിക്ക് ഇസ്ലാം ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഉമ്മ അപ്പ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം ആ ഒരു ജീവിതത്തിൽ കണ്ടു തെറ്റിക്കണം മക്ക തർബിയത്താക്കരെ. ഞങ്ങൾ വേണ്ടാത്ത രീതിയിൽ പ്രവർത്തനാക്കുമ്പോൾ മക്ക അത് കണ്ടിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ മക്കളെ ജോറാക്കിയിട്ട് കാര്യമില്ല. കാരണം മക്ക ഞങ്ങളുടെ തർബിയ ഞങ്ങൾ ആക്കുന്ന പ്രവർത്തനത്തെ കണ്ടിട്ട് അങ്ങ് പഠിക്കുന്നത്. അത് നിസ്കരിക്കുമ്പോൾ 10 വർഷത്തിൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ചൊല്ലിട്ട് മാത്രമേ ഇസ്ലാം പഠിപ്പാട്ടേ. അതല്ലാത്തത് മക്കളെ നിങ്ങൾ അടിക്കുക അടിച്ചിട്ട് പഠിപ്പാട്ടൊക്കെ തീരാ ചൊന്നിട്ട് കൊടുത്ത് പഠിപ്പാട്ടുന്നത് ഇസ്ലാമിലെ ഒരു നിയമം. രണ്ട് കാഫിരുടെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള ബന്ധം അങ്ങനെ വേർതിരിക്കുന്നതായിട്ട് നിസ്കാരം ചൊല്ലത്. നിസ്കാരത്തെ ഒരാളെ നിഷേധാക്ക അല്ലെങ്കിൽ അതിലെ അവൻ നിസ്കരിക്കാത്ത അവനക്ക് ഒരു ക്യാർലെസ് ആക്കിയിട്ട് നിസ്കരിച്ചിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അവന് കാഫിരും ചൊന്തവൾ ഇസ്ലാമിന്റെ നിയമ അവിടെ ജഡ്ജ്മെന്റ് ആക്കി അവനെ കാഫിരേക്കുന്നത് കാഫിർ ചെന്ന് നിഷേധിക്കണം. കാരണം അവൻ നിഷേധിക്കുന്നെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ ഒരു നിയമം അവണ്ടേക്ക് നമ്മൾ ഒരു രീതിയിലും ബാധകം എത്തിക്കില്ല. കാരണം അത്രമാത്രം കഠിനമായ ശിക്ഷ എത്തിക്കല്. ഇന്നത്തെ കാലത്ത് ഓരോന്നങ്ങളെ മക്ക നിസ്കാരത്തെ വിഷയത്തിൽ എത്രമാത്രം അശ്രദ്ധവും ചൊല്ലിട്ട് നമ്മൾ നോക്കണം. കാരണം നിസ്കാരം ചൊല്ലത് ഒരു നിസ്കാരം നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് കുട്ടിത്തിന്നെങ്കിൽ അവന്റെ ഇസ്ലാമിനെ പുറത്തേക്കരുത്. ഒരുപാട് പ്രത്യേകത നിസ്കാരത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ചൊല്ലുന്ന ഒരുപാട് ചൊല്ലുക ടൈമില്ല. ചെറിയ ടൈമിൽ നിങ്ങൾ അതിൽ അർത്ഥമാക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു രീതിയിലും വിട്ടുപോവാത്തതായ ഈ ഒരു നിസ്കാരം ആ ഷഹാദത്ത് ചൊന്ന പിന്നെ അവന് ഒരു മനുഷ്യക്ക് ഒരു കാഫിറായ ഒരു മനുഷ്യനെ ഷഹാദത്ത് കൊണ്ട് വന്ന് ഇസ്ലാം അയക്കുന്നെങ്കിൽ ഫസ്റ്റ് അവൻ ആ ഒരു ദൈത്തിക്കര് നിസ്കാരം നിർബന്ധമാവുന്ന ഒരു മഹാദരത്തിൽ അള്ളാഹു റസൂലൊട്ടിಗೆ കേട്ടിട്ട് റസൂലെ നക്ക് നരകത്തിൽ നിന്ന് മോചനാക്കുന്നതും സ്വർഗത്തിൽ പ്രവേശനാക്കുന്നതുമായ ഒരു കാര്യം നക്ക് നിങ്ങൾ ചൊല്ലുത്തറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയത്തിക്ക് വാദം നീ കേട്ടത്. നീ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ താല്പര്യപ്പെടുന്നിരുന്നെങ്കിൽ നീ അള്ളാഹുക്ക് മാത്രമേ ഇബാദത്താക്കണം. ഒന്നാമതായി. രണ്ടാമതായി കൃത്യനിഷ്ഠമായിട്ട് നീ നിസ്കാരത്തെ നിലനിർത്തി പോണം. അത് ഷഹാദത്ത് നീ പൂർത്തിയാക്കിയിട്ട് രണ്ടാമത് കൃത്യനിഷ്ഠയായിട്ട് നീ നിസ്കാരത്തെ നിലനിർത്തി പോകണം തയ്ത്തിക്കരുത്. അപ്പൊ നിസ്കാരത്തിനായ ഒരു ഇമ്പോർട്ടന്റ് എത്ര ചെന്നെങ്കിൽ നോമ്പുക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നോമ്പ് രോഗിയായവർക്ക് നോമ്പ് പിടിക്കണമെന്നില്ല. പൈസ ഇല്ല സമ്പത്തില്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കണമെന്നില്ല. പോകും സമ്പത്തും എല്ലാമായി ഒത്തുപരാത്തവർക്ക് ഹജ്ജ് ആക്കണമെന്നില്ല. പക്ഷെ നിസ്കാര
അവന് മരിക്കുന്നോടത്തോളം അവന്റെ കിടന്നിട്ട് അവന് എനിക്കൊകാവില്ല, കൈക്കാൽ പങ്കാട്ടോകാവില്ല, അവന്റെ ബോധം ഉണ്ടും താങ്കും കണ്ണുകൊണ്ടെങ്കിലും നിസ്കരിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ കൽപ്പന. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ നിസ്കാരം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്ര ആവണം ചെന്നു ഞങ്ങൾ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം. എത്തിക്കണം ഒരു രീതിയിലും ഞങ്ങളുടെ ജീവിതത്തിൽ നിസ്കാരം ബുടാക്കുന്ന പോലെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞങ്ങൾ അർഹത എത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനേക്കാ നിസ്കാരത്തെ നമുക്ക് ചൊല്ലുന്നത്? വാക്കിനി സ്വലാത്തിൽ ദിക്രി അള്ളാഹു ചൊല്ലുന്നത് നിസ്കാരം ചൊല്ലുന്നത് നല്ല ഒരു ഓർമ്മക്ക് വേണം എത്തിക്കണം അല്ലെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ദുനിയാവിലെ കാര്യത്തിൽ മുഴുകിക്കുമ്പോ പള്ളിയിൽ 5 വക്ത ബാങ്കിരിക്കലെന്തേക്ക് അള്ളാഹുവിന് ഒരു ഓർമ്മ വേണേറ്റ് നിങ്ങൾ ദുനിയാവിലെ വിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് പള്ളിക്ക് വന്നിട്ട് അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കോളൂ. അള്ളാഹുവിനെ ഓർമ്മ എത്തിക്കല് ഏറ്റവും വലിയത്, അതിനാണ് വലിയ ഒന്നുമില്ല. നിന്റെ ദുനിയാവിൽ എത്ര വലിയ ബിസി ആയിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിനെ ഓർക്കുന്നത് എത്തിക്കുക, അതിനാണ് വലിയ ഇമ്പോർട്ടന്റ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർമ്മത്തിൽ മാത്രമേ നിന്റെ മനസ്സിന് റാഹത്താവരെ, സന്തോഷമാവരെ, സമാധാനമാവരെ. അതല്ലാത്ത ദുനിയാവിലെ എന്ത് സൗകര്യവും എന്ത് സമ്പത്തും എത്ര മാത്രം ആദരവ് കിട്ടിത്തിന്നെങ്കിലും നിന്റെ മനസ്സ് ഒരിക്കലും നിറഞ്ഞു പോവില്ല. അള്ളാഹുവിന്റെ ദിക്റിൽ മാത്രമേ നിന്റെ മനസ്സ് റാഹത്താവരെ, തത്മഇന്നുൽ ഖുലൂബ്, നിന്റെ ഹൃദയത്തിന് ശാന്തി ആവരുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നു. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതുകൊണ്ട് നന്റെ നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഓർത്തരാണ്. നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിയമത്തിന് നിങ്ങൾ നക്ക് ശുക്രാക്കുന്നതായെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കില്ല എന്തായെങ്കിൽ എപ്പോഴും നിങ്ങളെ ഓർക്കാൻ ചോദിച്ചു അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത്. വേറെ ആയത്തിൽ അള്ളാഹു ചൊല്ലുക ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ചൊല്ലുന്നത് നീചവും നികൃഷ്ടവുമായ അവന്റെ എല്ലാ പക്കുൽ നിന്നും അത് തടഞ്ഞു നിർത്തരുത്. ഇവിടെ കാര്യം നമ്മൾ ചിന്തിക്കണായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നത് ഒരാൾ അവന്റെ നിസ്കാരം കൊണ്ടിട്ട് അവന്റെ ജീവിതത്തിലെ വേണ്ടാത്ത പ്രവർത്തനത്തിൽ അവന് നിപ്പാട്ടക ആവില്ല എന്തായെങ്കിൽ അവന്റെ നിസ്കാരം കബൂലായിട്ടില്ല എന്ന് നീ മനസ്സിലാക്കണം. നിസ്കരിക്കുക, അവൻ പള്ളി ബഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യാക്കറ, ഗീബത്ത് ചൊല്ലുക, നമീമത്ത് ചൊല്ലുക, ഹറാമ് തിന്നുക, ഹറാമായ കാര്യം പ്രവർത്തകനാക്കുക. അതുകൊണ്ടു അവൻ മനസ്സിലാക്കണോ നിന്റെ നിസ്കാര അള്ളാഹു കബൂലാക്കില്ല, സഹിയാക്കില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ചൊല്ലുന്നവിടെ മോശവും നികൃഷ്ടമായ കാര്യത്തെ നിസ്കാരം നിലനിപ്പാട്ട് തടഞ്ഞു നിൽക്കരുത്. അതുകൊണ്ട് ഏതൊരുത്തര നികൃഷ്ടമായ കാര്യം അവന്റെ ജീവിതത്തിൽ അവന് തടഞ്ഞു നിൽക്കുക ആവില്ലേ, അവന്റെ നിസ്കാരം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മേലേക്ക് പോണ്ടില്ല, അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അർത്ഥാക്കാം. അതുകൊണ്ട് ഈ നിസ്കാരത്തില് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് വേണം നിസ്കരിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുക ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശയിക്കരുത്. എന്ത് കാരണം? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, അവന്റെ നിസ്കാരത്തിൽ അവൻ അശ്രദ്ധ കാട്ടണമെത്തിക്കുക. നിസ്കരിക്കുന്നവനുക്ക് നാശം. കാരണം നിസ്കാരത്തെ ശ്രദ്ധിച്ച് നിസ്കരിക്കില്ല, ടൈമുക്ക് നിസ്കരിക്കില്ല, അവനുക്ക് വേണ്ടപ്പ അവന്റെ സൗകര്യത്തിക്ക് അവനുക്ക് എപ്പ അവരു നിസ്കരിച്ചു വൈത്ത് ഇല്ലെങ്കും ഇല്ല. കിട്ടുമ്പോ പള്ളിക ബന്ത് പട്ടപ്പെട്ടാന്ന് ഉരുവാക്കിട്ട് ബന്ത് പട്ടപ്പെട്ടാ 4 മുക്കൽ കുത്തി കോരി കുത്തുക പോലെ കുത്തിട്ട് പോയിട്ട് ഒരു നിസ്കാരം ആവശ്യമില്ല. അള്ളാഹുക്ക് നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചെങ്കിൽ മാത്രമേ നിസ്കാര സമാവൂ. നിസ്കാരത്തിൽ ഫർദുണ്ട്, നിസ്കാരത്തിൽ ഷർത്തുണ്ട്, അതിൽ സുന്നത്തുണ്ട്, അതിലെ റുക്കുവും അതിലെ സുജൂദും എപ്രകാരം നിങ്ങൾക്ക് പഠിപ്പാട്ട് അത്ര മാത്രം പൂർത്തിയായിട്ട് നമ്മൾ ആക്കില്ലെങ്കിൽ ആ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ആ നിസ്കാരം നാളെ പരലോകത്ത് ഞങ്ങളെ നരകത്തിൽ കൊണ്ടുപോകും. കാരണം എത്തിക്കര്. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ ഞങ്ങളെ നിസ്കാരത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയതായ കർമ്മത്തെ ഞങ്ങൾ എത്രമാത്രം പൂർണ്ണമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കില്ലേ, ആ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ഫലമില്ല. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധ എത്രമാത്രം നിസ്കാരത്തിൽ വേണം ചെന്നു അത് ഞങ്ങൾക്ക് ഉണ്ടാക്കണോ. നാളെ പരലോകത്ത് എത്രമാത്രം ശിക്ഷ ഉണ്ടെന്ന് ചെന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നു. അല്ലാഹു മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സ്വർഗ്ഗത്തിലുള്ള ആൾമാർ അല്ലെങ്കിൽ നരകത്തിലുള്ള ആളുടെ കൂട്ടത്തിലുള്ള ആൾമാർ നരകത്തിൽ സഖർ എന്ന നരകത്തിൽ പ്രവേശനാക്കിയാൽ പിന്നെ അങ്ങോട്ട് കേൾക്കൂ, എന്തുകൊണ്ട് ഈ നരകത്തിൽ നിങ്ങൾ പ്രവേശനാക്കിയത്?
ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. കാരണം എന്തേ? നിസ്കരിച്ചവനായിട്ടിപ്പോ ചിലപ്പോ അവന്റെ നിസ്കാര സമയത്തില്ല. നിസ്കാര സമയത്തില്ലെങ്കിൽ അത് നിസ്കരിക്കാത്തതുപോലെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതേ തിക്കർ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കേട്ടത്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധ കാട്ടണം ചെന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിലോട്ട് ഞങ്ങൾ കേട്ടു നോക്കണു. ഞങ്ങളുടെ നിസ്കാര എത്രമാത്രം ഞങ്ങൾക്ക് സമാപ്തമാവും ചെന്നു. അതുകൊണ്ട് ടൈമില്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴും വന്നെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ പഠിക്കണോ, അതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ആക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. നിസ്കാരത്തിൽ ഭയഭക്തിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഹദീസിലും വിശദമാക്കി തന്നത്. നിസ്കാരത്തിൽ ചെന്നെങ്കിൽ അത് നമുക്ക് എത്രമാത്രം ഭയഭക്തി, അതിലെ ശ്രദ്ധ, ഖുശൂ നമുക്കുണ്ട്, അത്രമാത്രം അള്ളാഹുവിന്റെ അടുത്തിൽ ആ നിസ്കാര കബൂലാവുക കാരണമായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ എതിരിൽ നിൽക്കാൻ ചെന്നുള്ള ഒരു ചിന്തന വേണം. നമ്മൾ വലിയ വലിയ ഒരു ഓഫീസർ എതിരിൽ പോയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ ചലനവലം ഞങ്ങൾ കേറാക്കി നിൽക്കണം. പക്ഷെ അവന്റെയും ഞങ്ങളെയും ദുനിയാവിലെ സഹോദരൻ സൃഷ്ടിച്ച ഞങ്ങളെ റബ്ബുറെ എതിരിലേക്ക് വന്ന് നിൽക്കാൻ ചൊല്ലുന്ന ഒരു ചിന്തന വേണം. നിസ്കരിക്കുമ്പോ കൈ കെട്ടിയ സാധ്യത ഞങ്ങളെ കൈ അപ്പുറം ഇപ്പറ, കാറും അപ്പുറം ഇപ്പറ, അന്യ ഇഞ്ഞ ഞങ്ങളെ ശ്രദ്ധ എവിടെമായി ഏതാ ലോകത്ത് അല്ല ശാന്തിയും സമാധാനവുമായി എത്തിക്കൊണ്ട് നിസ്കാരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കണായത്. ആ ഫാത്തിഹയിൽ ചൊല്ലുന്നതായ ഓരോ അർത്ഥവും അത് ഞങ്ങളെ റബ്ബിലോട്ട് കേൾക്കുന്നത് ദുആ. നിസ്കാരം ചൊല്ലുന്നത് എല്ലാത്തും ദുആ. പക്ഷെ ആ ഒരു ഫാത്തിഹയിൽ ഫസ്റ്റ് പിടിച്ചത് ലാസ്റ്റത്തോടെ കേൾക്കുന്ന ദുആ എത്തിക്കരു. ഫാത്തിഹയുടെ അർത്ഥം പഠിക്കരു, അപ്പൊ നമുക്ക് ಗೊತ್ತಾവರು ಅದರ ദുആ എത്രമാത്രം ഇമ്പോർട്ടന്റ് എന്ന്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ തെരുവಕ್ಕೆ നീ കാട്ടി താഴ്ത്തുന്നു. അല്ലാഹുവിന്റെ നങ്ങെ കേൾക്കുന്നത് എന്തിനാಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പിന്നെ എന്തൈത്തിക്കരു ഞങ്ങളുടെ നിസ്കാരം. ഞങ്ങൾ പഠിപ്പൊക്കെ തയ്യാറാവണം, ഞങ്ങളുടെ മക്കൾക്കു പഠിപ്പാട്ടൊക്കെ ഞങ്ങൾ തയ്യാറാവണം. ദുനിയാവിയായ ഈ ജീവിതത്തിക്ക് വേണ്ടി നിലനിർത്തുക വേണ്ടിയിട്ട് ദുനിയാവിലെ പഠിത്തത്തിന് വേണ്ടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് ഞങ്ങൾ ചെലവാക്കുക. പക്ഷെ ദീനയുടെ കാര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുക പഠിപ്പാട്ടകോ ഞങ്ങൾ എന്തുകൊണ്ട് തയ്യാറായില്ല? കാരണം കാലാകാലത്തുള്ള ജീവിതത്തിൽ രക്ഷപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് ശ്രദ്ധയില്ല. അല്പകാല ദുനിയാവിലെ വിഷയത്തിൽ ഞങ്ങൾ കേറാക്കി തടുക്കുക. അതല്ല വേണ്ടത്. പരലോകത്ത് രക്ഷപ്പെടും എന്തൊരു തെരുവും തെറ്റൊക്കെ ഞങ്ങൾ നോക്കരുത്. ഞങ്ങളുടെ ജീവിതം ഇന്റെ നാളെ എപ്പമാ ഒരു നാള് ഏതായാലും തീർന്നു പോണ്ട് അതിക്ക് സമയം ഒന്നാവ് തന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ തെച്ചങ്ങ ഞങ്ങൾ ഔത്തുക പോയി തിരുത്തും ചൊല്ലുന്ന ആരൊന്നും ഉറപ്പില്ല. ഏത് സമയത്തും ഞങ്ങളുടെ മരണ ബണ്ടിക്ക് മുന്നോട്ട് അള്ളാഹു കൊടുക്കുന്നതായ കടമത്തെ പൂർണ്ണമായി തീർക്കുക നമുക്ക് അറിയാവണം. ഞങ്ങളുടെ മക്കൾക്ക് നമ്മൾ ഇൽമിനെ കുറിച്ചിട്ട് പഠിപ്പാട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കണം. നിസ്കാരത്തെ കുറിച്ചിട്ട് ദീനിയായ എല്ലാ വിഷയത്തിലും ഞങ്ങൾ എത്രമാത്രം അങ്ക് ഞങ്ങൾ പഠിപ്പാട്ടില്ല. അതിലെ പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടി. ഇല്ലെങ്കിൽ ആ മക്കളെ കൊണ്ടിട്ട് നാളെ ഞങ്ങൾ നരകത്ത് പോകുക കാരണമാവോ. അതേ തിക്കർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അതേ തിക്കര് നരകത്തിൽ ഇട്ടതായ ആ മക്ക അള്ളാഹുവിനൊട്ടിക്ക് ചൊല്ലറോ ഞങ്ങളുടെ ഉമ്മാപ്പരെ കൊമ്പറോ ഞങ്ങൾ അങ്ങനെ കാലിട്ടിട്ട് ചവിട്ടിട്ട് ഞങ്ങൾ നിൽക്കുക. കാരണം എന്തേ? അങ്ങനെ കാരണം കൊണ്ട് എത്തിക്കൽ ഞങ്ങൾ ഈ നരകത്ത് പോകുക. കാരണം അതുകൊണ്ട് ദുനിയാവിലെ ആ ഇൽമുറാണ് ഇമ്പോർട്ടന്റ്. പരലോകത്തെ ഇൽമുക്ക് ഞങ്ങൾ കൊടുക്കണമാവണം. എന്തെങ്കിലും മാത്രമേ ഞങ്ങളുടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ചെന്നു ഞങ്ങളുടെ മനസ്സിക്ക് വരണം. അങ്ങനെ മാത്രം ഞങ്ങളുടെ പരലോകത്തെ ജീവിതം നമുക്ക് ഹൈറായിട്ട് നമുക്ക് സ്വർഗ പ്രവേശനത്തിന് കാരണമാവേ. അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ആക്കിയിട്ട് എങ്ങനെങ്കിലും തീർത്തിട്ട് പോകുള്ളതല്ല മുസ്ലിമിന്റെ ജീവിതം. നാളെ പരലോകത്തെ ബോധത്തിലേക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ആ ഫാത്തിഹയിൽ ഓതുന്നതും ആ നിസ്കാരത്തിൽ ചൊല്ലുന്നതും ഓരോരോ തസ്ബീഹും ദിക്റും അത് അല്ലാഹുവിനെ ഉണർത്തുന്നതും അല്ലാഹുവിനെ ഉയർത്തി ചൊല്ലുന്നതും അത് നമുക്ക് ഞങ്ങളുടെ ദുനിയാവിലെ ആവശ്യത്തിൽ വേണ്ടി ചൊല്ലുന്ന ദുആസാവുണ്ട്. അതെല്ലാം ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ഞങ്ങൾ എത്രമാത്രം അർത്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ നിസ്കരിക്കുക. അത്രമാത്രം ശ്രദ്ധ ഞങ്ങൾക്ക് നിസ്കാരത്തിലേക്ക് ഇല്ലെങ്കിൽ എന്തിനാ ഞങ്ങൾ ചൊല്ലുന്നത് ഞങ്ങൾക്ക് ಗೊತ್ತಿല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര റക്കായത്ത് ಗೊತ್ತಾവില്ല, ഞങ്ങൾ എവിടെ ഉള്ള ಗೊತ್ತಾവില്ല. ആ നിസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല. നാളെ പരലോകത്ത് നഷ്ട ആവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ
ഈ ദുനിയാവ് നാളെ പരലോകത്ത് ബച്ചാവണമെങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചിട്ട് അവന്റെ വിധി കൽപ്പനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ നാളെ പരലോകത്ത് വിധിയാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നതായ നല്ല മുത്തഖീങ്ങൾ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടത് ചൊന്നത് ഒരു സാലിയായ കർമ്മമാക്കി തീർക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇൽമു പഠിക്കുകയും അതനുസരിച്ച് അമലാക്കുകയും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബത്തും പഠിപ്പാട്ടുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും അതുക്കുള്ള മനസ്സും തരട്ടെ. രോഗത്തിന് വേണ്ടി ദുആക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വസിയത്താക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗത്തിൽ അടിമപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ. നമുക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള രോഗം വരാത്ത സമാധാനം സന്തോഷത്തിൽ ജീവിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞങ്ങളുടെ ഉമ്മ അപ്പ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന അങ്ങനെ കടത്തെ വേഗം തീർത്തു കൊടുക്കുക അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.